നമസ്കാരം. ഇന്നത്തെ തലക്കെട്ടുകൾ പരിശോധിക്കുകയാണ് ഇവിടെ. പ്രധാനമായും ഈ മലയാളിയിലൊക്കെ വന്ന തലക്കെട്ടുകൾ. നമുക്ക് അതൊരു പുതിയ പങ്ക്തിയായിട്ട് തുടങ്ങിയാലോ എന്ന് ആലോചിക്കുന്നു. അതിൻ്റെ എത്ര വ്യൂവർഷിപ്പ് കിട്ടും എന്നത് അനുസരിച്ചായിരിക്കും അത് തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. ഇന്നിപ്പോൾ ന്യൂയോർക്ക് ടൈംസിൽ കണ്ട ഒരു വാർത്തയാണ്. ഇവിടെ യോങ്കേഴ്സിൽ, ഞങ്ങളുടെയൊക്കെ അടുത്താണ്, ഇവിടെ ന്യൂയോർക്ക് സിറ്റിയിൽ നിന്ന് വളരെ അടുത്ത് ധാരാളം മലയാളികളുള്ള സ്ഥലം. അവിടെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ അവരുടെ പിതാവ് പാകിസ്ഥാനിൽ കൊണ്ടുപോയി. അവരുടെ നാട്ടിലേക്ക്, പാകിസ്ഥാനിലെ ക്വറ്റയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇയാൾ എന്തോ ലോട്ടറി വിസയിൽ 10-25-30 വർഷം മുമ്പ് വന്നതാണ്. 10-25 വർഷത്തിൽ കൂടുതലായി അതിന് വന്നതാണ്. ഇപ്പോൾ ഒരുവിധം പച്ച പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് പെൺകുട്ടി വെടിയേറ്റ് മരിക്കുന്നു. അപ്പം ആരോ വന്ന് വെടിവെച്ചു എന്നാണ് ഇയാൾ പോലീസിൽ പറഞ്ഞത്. എന്നാൽ അവിടെ പോലീസ് അന്വേഷണത്തിൽ മനസ്സിലായി ഇയാൾ ആ പെങ്കൊച്ചിനെ അവിടെ കൊണ്ടുപോയി കൊല്ലാനായിട്ട് ഹോണർ കില്ലിങ് അതിനുവേണ്ടി കൊണ്ടുപോയതാണെന്ന്. ഈ പെങ്കൊച്ചിൻ്റെ അമ്മാവൻ തന്നെയാണ് വെടിവെച്ച് വന്നത്. അതായത് ഈ കുട്ടിയുടെ നടപ്പും ഭാവവും വേഷവും ഒന്നും ഇയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. 16 വയസ്സോ മറ്റേ ഉള്ളൂ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടി. അതിനെ കൊണ്ടുപോയി നിഷ്കരണം വെടിവെച്ച് കൊല്ലുന്നത് കുടുംബത്തിന് മാനക്കേടാകുമെന്ന്. അപ്പോൾ 10-25 വർഷമൊക്കെ ആയിട്ട് അമേരിക്കയിൽ താമസിച്ചിട്ടും നമ്മുടെ അമേരിക്കൻ സംസ്കാരം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഈ രാജ്യത്ത് വന്നിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? നമ്മുടെ ആളുകളും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളെ പിള്ളേർ നാട്ടിലെ പോലെ ജീവിക്കണമെന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഇവിടുത്തെ പോലെയാണ് അവർ ജീവിക്കുന്നത്. കാരണം അവരുടെ സുഹൃത്തുക്കളും അവരുടെ ജീവിതവും അവരുടെ ലോകം ഇവിടെയാണ്. അപ്പോൾ അതങ്ങനെ തന്നെ ആയിരിക്കുകയും വേണമെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അല്ലേ പിന്നെ ഇങ്ങോട്ട് പറയേണ്ട കാര്യമില്ലല്ലോ. നാട്ടിലെ ആ മൂരാച്ച് സ്വഭാവത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ അവിടെ തന്നെ കഴിഞ്ഞാൽ മതി. ഇങ്ങോട്ട് പറയേണ്ട കാര്യമില്ല. അപ്പോൾ അത് ചിന്തിക്കേണ്ട ഒരു വിഷയമായിട്ട് തോന്നുന്നു. ഇന്നിപ്പോൾ തലക്കെട്ടുകളിൽ എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയത് ട്രംപ് റഷ്യയെ ഒന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങൾ, ഈ യുക്രൈൻ യുദ്ധമൊക്കെ അവസാനിപ്പിക്കണം, ഒത്തുതീർപ്പ് ചർച്ചയിലേക്ക് വരണം, അല്ലെങ്കിൽ താരിഫൊക്കെ ഏർപ്പെടുത്തും, ശക്തമായ നടപടികൾ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏതായാലും യുക്രൈനെ ഓൾറെഡി പ്രസിഡന്റ് ഒന്ന് വിരട്ടിയാണ് വിട്ടിരിക്കുന്നത്, സെലൻസ്കിയൊക്കെ. അപ്പോൾ പിന്നെ റഷ്യയുടെ നേരെയും അങ്ങനെ ഒരു വിരട്ടൽ എടുത്ത സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് ടൈംസിൽ തന്നെ വായിച്ച ഒരു വാർത്തയാണ് ഈ പ്രസിഡന്റ് ട്രംപിനെ ഈ പ്രസിഡന്റ് നിക്സനോട് ഉപമിക്കുന്നത്. രണ്ടുപേരും ഏകദേശം ഒരേ സാഹചര്യത്തിലാണ് തിരിച്ചു വരുന്നതെന്ന്. പ്രസിഡന്റ് നിക്സൺ നമുക്കറിയാം 60-ൽ കെന്നഡിയോട് തോറ്റു. പിന്നെ 2 തവണ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഐസനോവറുടെ വൈസ് പ്രസിഡന്റായിട്ട് 2 തവണ സേവനം അനുഷ്ഠിച്ച ആളാണ് റിച്ചാർഡ് നിക്സൺ. പക്ഷേ 60-ൽ ഈ സെനറ്ററായിരുന്ന ജോൺ കെന്നഡിയോട് വളരെ വളരെ നിഷ്പ്രയാസം തോറ്റുപോയി. തോറ്റതിന് ശേഷം അദ്ദേഹം സ്വന്തം നാടായ കാലിഫോർണിയയിലേക്ക് പോയി. അവിടെ ഗവർണറായിട്ട് മത്സരിച്ചു, അവിടെയും തോറ്റു. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാവിയെല്ലാം എഴുതി തള്ളിയതാണ്. എങ്കിലും 69 ഇലക്ഷനിൽ, പിന്നെ 68 ഇലക്ഷനിൽ അദ്ദേഹം വീണ്ടും പ്രസിഡന്റായിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ആ തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹം ചെയ്ത ചില കാര്യങ്ങളിലൊന്ന്, ഇന്നിപ്പം നമ്മൾ റഷ്യയെ കാണുന്ന പോലെ, ശത്രുവായിട്ട് കാണുന്ന പോലെ തന്നെ അന്ന് ചൈനയായിരുന്നു ഒരു മുഖ്യ ശത്രുവായിട്ട് കരുതിയിരുന്നത്. പിന്നെ ഈ ചൈനയുടെ സ്ഥാനം തായ്വാനായിരുന്നു UN-ലൊക്കെ സ്ഥാനം. അതുപോലെ തന്നെ ഈ പിന്നെ ഈ വ്യവസായ കാര്യങ്ങളിലൊക്കെ വ്യക്തമായി ചില നയമാറ്റങ്ങൾ ഈ ട്രംപിനെ പോലെ തന്നെ അദ്ദേഹം കൊണ്ടുവരികയുണ്ടായി. താരിഫ് ഏർപ്പെടുത്തി, അങ്ങനെയൊക്കെയുള്ള പല നടപടികൾ. അപ്പോൾ ഈ ചൈനയെ പറ്റിയുള്ള പ്രഖ്യാപനം വന്നത് വലിയ ഒരു യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം പ്രകോപിപ്പിച്ചൊരു കാര്യമാണ്. ചൈനയ്ക്ക് ആനുകൂല്യം കൊടുക്കുന്ന ചൈനയെ അംഗീകരിക്കാൻ പോകുന്നു എന്നുള്ളത്. എന്തായാലും അത് വലിയ മാറ്റമാണ് അന്താരാഷ്ട്ര രംഗത്തുണ്ടാക്കിയത്. ചൈനയെ പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ അംഗീകരിക്കേണ്ടി വന്നു. ചൈന എന്നുള്ള ആ സ്റ്റാറ്റസിൽ നിന്ന് മാറി എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ട്രംപും വന്നിട്ട് എല്ലാം മുൻകാലങ്ങളിലൊക്കെ ചെയ്തതിന് നേരെ വിരുദ്ധമായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ റഷ്യയുമായിട്ട് ചങ്ങാത്തം കൂടുന്നു, അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളെ അലോസരപ്പെടുത്തുന്നു, അവരെ പിണക്കുന്നു, പിന്നെ യുക്രൈനെ ശാസിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ എല്ലാം ഈ റിച്ചാർഡ് നിക്സന്റെ ആ രീതിയിലാണ് ട്രംപും കൊണ്ടുവരുന്നതാണ് ഇവരുടെ ഒരു അനാലിസിസ് പറഞ്ഞത്. അത് കുറച്ച് കാര്യമുണ്ടെന്ന് തോന്നുന്നു. രണ്ടുപേരും ഏകദേശം ഒരേ സാഹചര്യത്തിലാണ് വീണ്ടും അധികാരത്തിൽ തിരിച്ചു വരുന്നത്. അതുപോലെ തന്നെ ഈ ഇങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിൽ അവർ തീരുമാനമെടുക്കുന്നതും വ്യത്യസ്തമായ രീതിയിലാണ്. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അമേരിക്കയുടെ താല്പര്യമാണ് പ്രധാനമെന്നുള്ള രീതിയിലാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും റഷ്യയെ വിരട്ടിയിരിക്കുന്നു. അതിനൊരു ഫലമുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തെങ്കിലും ഒരു ഒത്തുതീർപ്പ് അധികം താമസിയാതെ ഉണ്ടാകും എന്ന് തന്നെ തീർച്ചയായിട്ടും കരുതാം. ഗാസയിൽ മാത്രമാണ് അതാ ഗാസ ഏറ്റെടുക്കാമെന്ന് ട്രംപ് പറഞ്ഞു. പിന്നെ അതിനോട് അറബ് രാജ്യങ്ങൾക്ക് താല്പര്യമില്ല. അവർ വേണമെങ്കിൽ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അതിന് അമേരിക്കയ്ക്ക് താല്പര്യമില്ല.
അതുപോലെ തന്നെ ഗാസയിലെ എല്ലാ പിടിച്ചുകൊണ്ടുപോയ തടവുകാരെ എല്ലാം കൈയോടെ വിട്ടോളണം, അല്ലെങ്കിൽ എല്ലാം ശരിപ്പെടുത്തി കളയുമെന്ന് ട്രംപ് പറഞ്ഞെങ്കിലും ഈ ഹമാസ് ഒന്നും ഇതുവരെ അതിന് വഴങ്ങിയിട്ടില്ല. തിരിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ അത് എത്ര ദിവസം ഉണ്ടാകുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇസ്രയേലും അമേരിക്കയും കൂടി 2 തിരിച്ചടി കൊടുക്കുമ്പോൾ അവരുടെ അസുഖം കുറയാനാണ് സാധ്യത. ഇനി ഇന്നത്തെ മറ്റൊരു ഹെഡിങ് കണ്ടത് നമ്മുടെ ഈ ട്രംപ് പ്രഖ്യാപിച്ചതാണ് 5 മില്യൺ തരികയാണെങ്കിൽ അമേരിക്കയിലെ ഈ ഗ്രീൻ കാർഡ് പ്ലസ്, നമുക്ക് കിട്ടുന്ന ഗ്രീൻ കാർഡല്ല, നമുക്ക് ഒരു സാധാരണ ഗ്രീൻ കാർഡ്, ഇത് ഗ്രീൻ കാർഡ് പ്ലസ് കിട്ടും. അത് 5 മില്യൺ കൊടുക്കുന്ന എല്ലാവർക്കും കിട്ടും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആലോചിച്ച് പോയി, ആർക്കൊക്കെ ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ആർക്കൊക്കെ കേരളത്തിൽ നിന്ന് ചില പ്രധാന മുതലാളിമാർ, നമ്മുടെ മനസ്സിൽ വരുന്ന ചില മുതലാളിമാർക്കൊക്കെ തീർച്ചയായിട്ടും ഇവിടെ അവർ തീർച്ചയായിട്ടും എടുക്കും. 5 മില്യൺ എന്ന് പറയുമ്പോൾ ഏകദേശം 50 കോടിയോളം രൂപ വരും. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെയും ഒരു പൗരത്വമോ അല്ലെങ്കിൽ ഇവിടെയും ഒരു സ്ഥിരതാമസമൊക്കെ ഉള്ളത് നല്ലത് തന്നെയാണ്. അപ്പം അവിടെ വേറെ ഏതെങ്കിലും രാജ്യത്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരാം, ഇവിടുത്തെ ആനുകൂല്യങ്ങളെല്ലാം നേടിയെടുക്കുകയും ചെയ്യാം. കച്ചവടം പിന്നെ അവിടെയും ഇവിടെയും എല്ലാം പൊടിപിടിക്കും. അപ്പോൾ അതിന് അങ്ങനെ വരാവുന്ന ചുരുക്കം ചിലർ നമ്മുടെ കേരളത്തിൽ നിന്നൊരു 5-6 പേര് 5-10 പേര് ഒക്കെ അതിന് കഴിയുമായിരിക്കാം, അവർക്ക് താല്പര്യം കാണുമായിരിക്കും. അല്ലാതെ വേറെ അതിലധികം പേർക്ക് വരാൻ കഴിഞ്ഞൊന്നും വരില്ല. നേരെ മറിച്ച് ചൈനയിലും റഷ്യയിലും ഒക്കെയുള്ള വൻകിട പണക്കാരുണ്ട്, കള്ളപ്പണക്കാരും എല്ലാവിധ തട്ടിപ്പും നടത്തുന്ന ആളുകൾ. അപ്പോൾ അവർക്കിങ്ങനെ അമേരിക്കയിലേക്ക് കാശ് കൊടുത്തെങ്കിൽ അമേരിക്കയ്ക്ക് പോരാമെങ്കിൽ കൈയോടെങ്കിൽ പോരും. അപ്പം അവിടുത്തെ പ്രശ്നങ്ങളും അവിടുത്തെ വിഷമതകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോരാനും പറ്റും. എന്ന് മാത്രമല്ല അവർക്ക് പിന്നെ അമേരിക്കയുടെ ഇത് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും വരാനും ഒക്കെ പറ്റുകയും ചെയ്യും. എന്തായാലും പക്ഷേ അതിനൊരു പ്രശ്നമുള്ളത്, ട്രംപ് 2 ആഴ്ചയ്ക്കുള്ളിൽ നടപ്പിലാക്കുമെന്ന് പറഞ്ഞുവെങ്കിലും അതിന് ഈ വിസ കാര്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനം കോൺഗ്രസ് ആണ് എടുക്കേണ്ടത്. കോൺഗ്രസ്സിൽ ബില്ല് അവതരിപ്പിച്ച് അത് പാസ്സാക്കിയാൽ മാത്രമേ, അതിന് പ്രസിഡന്റ് ഒപ്പിട്ടാൽ മാത്രമേ അത് നിയമമാകൂ. അപ്പോൾ അതിന് താമസം വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി മറ്റൊന്ന് ഇന്ത്യയെ ബാധിക്കുന്നതാണ്. ഇന്ത്യയിൽ താരിഫ് കുറയ്ക്കാമെന്ന് ഇന്ത്യയിലെ സാധനങ്ങൾ, പിന്നെ ഇന്ത്യയിൽ വലിയ തോതിൽ താരിഫ് വാങ്ങുന്നു. ആ താരിഫ് കുറയ്ക്കാമെന്ന് വിദേശ ഇറക്കുമതിക്ക്, വിദേശ സാധനങ്ങൾക്ക് കുറയ്ക്കാമെന്ന് ഇന്ത്യ സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഈ കൂടുതൽ സാധനങ്ങൾ അമേരിക്കയ്ക്ക് അവിടെ വിൽക്കാൻ കഴിയുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ വേറെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഈ പിന്നെ അമേരിക്കയിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ വാങ്ങണം, റഷ്യയിൽ നിന്ന് വാങ്ങുന്നതിന് പകരം. പിന്നെ ഈ താരിഫ് കുറയ്ക്കണം, അതുപോലെ തന്നെ ആയുധങ്ങളൊക്കെ അമേരിക്കയിൽ നിന്ന് വാങ്ങണം എന്നാണ് അമേരിക്ക ഇന്ത്യയോട് ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇന്ത്യ എത്ര കണ്ട് വഴങ്ങുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം റഷ്യയിൽ നിന്ന് വാങ്ങാനാണ് നമ്മൾ താല്പര്യം കാട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ പുതിയൊരു കരാറ് 248 മില്യൻ്റെ ഈ പിന്നെ ടാങ്കുകൾ അത് പരിഷ്കരിക്കുന്നതിന്, പുതിയ തരം ടാങ്കുകൾ വാങ്ങുന്നതിന് കരാറുണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം അമേരിക്കയിൽ നിന്നാകണമെന്നാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്, അമേരിക്ക ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇന്ത്യ എപ്പോഴും റഷ്യയെയും അല്ലെ ഫ്രാൻസിനെയും ഒക്കെയാണ് താല്പര്യപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, അമേരിക്കയിൽ നിന്നൊരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എപ്പോൾ വേണമെങ്കിൽ അമേരിക്കയ്ക്ക് പിന്നെ ആ സാങ്കേതിക വിദ്യയെ നിയന്ത്രിക്കാനുള്ളൊരു ശേഷി തീർച്ചയായിട്ടും ഇവിടെ നിന്നുണ്ടാവും പല രീതിയിൽ. ഇപ്പം അവർ പിന്നെ ഇവിടെ നിന്ന് അത് പരിഷ്കരിക്കാനുള്ള സംവിധാനങ്ങളോ ഒന്നും കൊടുത്തില്ലെങ്കിൽ ഇന്ത്യക്ക് പിന്നെ അത് ഉപയോഗശൂന്യമായി തരും. എന്ന് മാത്രമല്ല, ഈ എന്തെങ്കിലും അമേരിക്കയുടെ സാധനങ്ങൾ, പിന്നെ അമേരിക്ക നൽകുന്ന ഇത്തരം ആയുധങ്ങൾ ഉപയോഗിച്ച് പിന്നെ മറ്റു രാജ്യങ്ങൾ ഇന്ന രാജ്യങ്ങളെ ആക്രമിക്കരുത്, അല്ല ഇന്ന യുദ്ധത്തിന് ഉപയോഗിക്കരുതെന്നൊക്കെ ചിലപ്പോൾ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു വരും അത് യുദ്ധത്തിൻ്റെ ഇടയ്ക്ക്. അപ്പം അങ്ങനെയൊക്കെയുള്ള ആ നിയന്ത്രണങ്ങൾ ഇന്ത്യ ഇഷ്ടപ്പെടുന്നില്ല. നേരെ മറിച്ച് റഷ്യയോ ഫ്രാൻസോ ഒക്കെ ആണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലതാനും. അപ്പോൾ ആയുധ കച്ചവടം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. ഇനി ഇതിൻ്റെ ഇടയിൽ തന്നെ പ്രസിഡന്റിൻ്റെ നല്ലൊരു തീരുമാനം, ഈ ഇറാനുമായിട്ട് ഒരു ആണവ ന്യൂക്ലിയർ സംബന്ധിച്ച ഒരു കരാറിന് ട്രംപ് ശ്രമിക്കുന്നതായിട്ട് അറിയുന്നു. അത് റിപ്പോർട്ട് വന്നിരിക്കുന്നു. അപ്പോൾ അത് പിന്നെ ഈ ഒബാമയുടെ കാലത്ത് അങ്ങനെ ഒരു കരാർ ഉണ്ടാക്കിയതാണ്. പക്ഷേ അത് ട്രംപ് ആദ്യത്തെ തവണ വന്നപ്പോൾ തന്നെ അത് റദ്ദാക്കുകയും ഇറാനെ ഒരു ശത്രുപക്ഷത്ത് നിർത്തുകയും ചെയ്തു. അത് നന്നായി. ഇറാനെ ഈ മുള്ളാമാർ ഭരിക്കുന്നിടത്തോളം കാലം അവരുമായിട്ടൊരു ലോഹ്യത്തിന് പോകേണ്ട ഒരു കാര്യവുമില്ല. ഈ പുടിൻ ഭരിക്കുന്നിടത്തോളം കാലം റഷ്യയുമായിട്ടും അങ്ങനെ തന്നെയാണ് വേണ്ടത്. കാരണം ഈ മുള്ളാമാർ അവരുടെ പിന്നെ മസ്ജിദുകളിലേക്കും മതപഠനശാലയിലേക്കും ഒക്കെ മടങ്ങിപ്പോവുകയാണ് ചെയ്യേണ്ടത്. രാജ്യത്തിൻ്റെ ഭരണം പിന്നെ അത് ജനാധിപത്യപരമായിട്ടും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഭരണമൊക്കെയാണ് വരേണ്ടത്. അപ്പോൾ എന്തായാലും അവരോടൊരു ആനുകൂല്യത്തിന് പോകേണ്ട കാര്യവുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കരാറുണ്ടാക്കുക, അതേസമയം തന്നെ അണുയുദ്ധം പിന്നെ ആണവായുധം ഉണ്ടാക്കുന്നത് ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അത് ഒരു കാരണവശാലും സമ്മതിക്കില്ല. അതിനു പുറമെ ഈ പിന്നെ ആയുധങ്ങളെല്ലാം ഉണ്ടാക്കി മറ്റ് രാജ്യങ്ങൾക്ക്, മറ്റ് ഭീകര പ്രസ്ഥാനങ്ങൾക്ക് കൊടുക്കുക, റഷ്യയ്ക്ക് കൊടുക്കുക, അത് യുക്രൈനിൽ ഉപയോഗിക്കുക, ഇങ്ങനെയുള്ളതെല്ലാം തടയണമെന്നാണ്
പിന്നെ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതിനും കാര്യമായൊരു മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നമ്മൾ കണ്ടത് 2 തവണ പിന്നെ ഓസ്കർ അവാർഡ് നേടിയ ജീൻ ഹാക്ക്മാൻ, നടൻ, ഫ്രഞ്ച് കണക്ഷൻ അങ്ങനെയൊക്കെയുള്ള അതിലെ വലിയ നടൻ, പിന്നെ നമ്മളൊക്കെ പലരും കണ്ടതായിരിക്കും, പൊസീഡോൺ അഡ്വഞ്ചർ എന്നൊക്കെ പറഞ്ഞ കപ്പൽ മുങ്ങിയ. അപ്പോൾ അദ്ദേഹം 95 വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയും മരിച്ച് കുറേ ദിവസം മുമ്പ് മരിച്ച രീതിയിലാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ മരണകാരണം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ജപ്പാൻകാരി 65 വയസ്സേ ഉള്ളൂ, ഇങ്ങേർക്ക് 95. അപ്പോൾ അവരെ എന്തോ വൈറസ് ബാധിച്ചാണ് അവർ മരിച്ചത്. ആ വൈറസ് എലിയുടെ കാഷ്ടത്തിൽ നിന്നൊക്കെ കിട്ടുന്ന വൈറസാണെന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് അവർക്ക് കിട്ടിയെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അവർ മരിച്ച് പിന്നെയും ഒരാഴ്ച കഴിഞ്ഞ് 7 ദിവസം മറ്റോ കഴിഞ്ഞാണ് ഹാക്ക്മാൻ മരിക്കുന്നത്. അതുപോലെ കാരണം അദ്ദേഹത്തിന് ആൽസൈമേഴ്സൊക്കെ കാരണം ഓർമ്മശക്തിയൊന്നും ശരിക്കില്ലായിരുന്നു, ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, പക്ഷേ പിന്നെ നിർജ്ജലീകരണം സംഭവിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഖേദകരമായി പോയി. അദ്ദേഹത്തെ പോലെ ഒരു വലിയ ആക്ടറും വലിയ ഒരു മനുഷ്യസ്നേഹിയും അങ്ങനെ ആരോഗ്യമില്ലാത്ത ഒരു അവസ്ഥയിൽ അന്ത്യം കാണുകയാണ് ഉണ്ടായത്. എന്നാലും 95 വയസ്സായി എന്നുള്ളത് ഒരു സമാധാനിക്കേണ്ട കാര്യവും തന്നെയാണ്. ഇനി ഇതിൻ്റെ ഇടയിലാണ് കൊളംബിയ യൂണിവേഴ്സിറ്റിക്ക് 400 മില്യൺ പിന്നെ കേന്ദ്ര സഹായം, ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ സഹായം നിഷേധിച്ചത്. അതിൻ്റെ പ്രധാന കാരണം ഈ ആൻറ്റിസെമിറ്റിക്, ഇസ്രയേലിനെതിരെയും യഹൂദന്മാർക്കെതിരെയുമുള്ള പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും എല്ലാം അവിടെ നടക്കുന്നു. അവർക്ക് സേഫ്റ്റി ഇല്ലാത്തൊരവസ്ഥ വന്നിരിക്കുന്നു. അതിനുള്ള താക്കീത്, അതിനുള്ള ശിക്ഷയായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. എന്തായാലും ആ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാമെന്നും ഇനി മേലാൽ അത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാമെന്നും ഒക്കെ കൊളംബിയ യൂണിവേഴ്സിറ്റി ഉറപ്പ് നൽകുന്നുണ്ട്. ഇനി അത് പൈസ തിരിച്ചു കിട്ടുമെന്നാണ് ഇനി അറിയേണ്ടത്. ബാക്കി നാളെ.